ഹായ്, നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അതെ അതെ. ഇന്ന് നമ്മൾ എന്താണ് കാണിക്കാൻ പോകുന്നത്? ഇന്ന് നമ്മൾ ചെന്നൈയുടെ നൈറ്റ് ലൈഫ് ആണെന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. തിരക്കില്ല, നേരത്തെ നല്ല ട്രാഫിക് ആയിരുന്നു. ഇപ്പൊ എങ്ങോട്ടാണ് പോണത്? ഇനിയിപ്പോൾ എങ്ങോട്ട് പോയി? ഇനി നമ്മൾക്ക് ഫുഡ് കഴിക്കാൻ പോകും. തീറ്റ തന്നെ. അല്ല, പക്ഷെ നമ്മളിത് എന്തോന്ന് ടി നഗർ ഭയങ്കര ഫേമസ് ആണ്, അതെ. പാട്ടിലൊക്കെ കേട്ടിട്ടുണ്ട്. നഗർ, ടി നഗർ, ബാക്കി അറിഞ്ഞൂടാ. ശ്രീനഗറിൽ എവിടെയാണ് പോണത്? നമ്മള് നെല്ലൈ എന്തര സ്ഥലം എന്ന് പറഞ്ഞാൽ നാട്ടുകോഴി പൊരിച്ചത് കിട്ടും, പിന്നെ പൊറോട്ട, പിച്ചിപ്പൊട്ട പൊറോട്ട കിട്ടും. അത് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പൊ എങ്ങോട്ടാണ് പോണത്? അത് പാർക്കിലല്ലേ പോണത്? ഇപ്പൊ ഒരു പാർക്കിൽ പോകും. പാർക്കിൽ അതെവിടാ? നമ്മള് മറ്റേ എന്തൊരു പാർക്കായിരുന്നു? നന്ദനം പാർക്ക്. പിന്നെ നടേശൻ പാർക്ക്. നടേശൻ നന്ദനം പാർക്ക് തന്നെ, നടേശൻ തന്നെ. നടേശൻ പാർക്ക്. ഇവിടെ ഭയങ്കര തിരക്ക്, ഇപ്പൊ തിരക്ക് കൂടി. അയ്യോ പയ്യല്ലേ, അയ്യേ, കൊറേ ആയി നടക്കുന്നു. കളന്നാളോ ഇങ്ങനെ നമ്മളെ ഏതാ ഉദാമിനെ വിളിച്ചു. എനർജറ്റിക് ആയിട്ട് കളർന്നേ. എന്നെ ശ്രീകാന്ത് കുട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ എപ്പോഴേ വീണേനെ. നേരെ കാണുന്നതാണ് ഗൈസ് പാർക്ക്. ഇവിടെ നിന്ന് കാണാൻ പറ്റൂല, അവിടെ നിന്ന് അകത്തെന്തോ സമ്മേളനം നടക്കുകയാണെന്ന് തോന്നുന്നു കേട്ടോ. എല്ലാവരും സീറ്റൊക്കെ ഇട്ടു. അയ്യോ, ഇതെന്തോ പാർട്ടി സമ്മേളനം നടക്കണ്ട. എന്തോ പാർട്ടി സമ്മേളനം നടക്കുന്നു. ഗൈസ് നമ്മൾ തേഞ്ഞു. ഗൈസ് നമ്മളിപ്പോൾ പാർക്കിൽ കയറിയപ്പോൾ ഇവിടെ എന്തോ സമ്മേളനമാണെന്ന് വിചാരിച്ചു, പക്ഷെ അങ്ങനെയല്ല. വോളിബോൾ ടൂർണമെന്റ് നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരാം ഗൈസ്. അതെ, നമ്മൾ വന്നത് വെറുതെ ആയില്ല. അതും കൂടാതെ നമ്മളായിരിക്കും സമ്മാനത. ഇച്ചിരി മാറിപ്പോയി. കാണാം, കണ്ടു കാണാം. ഇനി ഏത് ചാനൽ കിട്ടും? പാശിയേറിയ വോളിബോൾ കളിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അയ്യോ, ഒന്നും കാണാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു. ഞാൻ അങ്ങനെ വോളിബോൾ ലൈവായിട്ട് അങ്ങനെ കണ്ടിട്ടില്ല. വോളിബോൾ അല്ല, ബാസ്കറ്റ് ബോൾ കേട്ടോ, ഞാൻ ലൈവായിട്ട് കണ്ടിട്ടില്ല. നീ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ഇത് കണ്ടിട്ടുള്ളൂ. ലൈവായിട്ട് കണ്ടിട്ടില്ല. വോളിബോൾ കണ്ടിട്ടില്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെ വോളിബോൾ ടൂർണമെന്റ് ഇങ്ങനെ വീണ്ടും വോളിബോൾ. നമ്മുടെ നാട്ടിൽ അങ്ങനെ ബാസ്കറ്റ് ബോൾ ടൂർണമെന്റ് അങ്ങനെ നടക്കാറുമില്ല. ഇത്ര ആൾക്കാരും വരാറില്ലെന്ന് തോന്നുന്നു. നീ നടക്കാറുണ്ടോ? ഉണ്ടായിരിക്കും, അറിയാത്ത. അത്യാവശ്യം ആളുണ്ടല്ലേ? യെസ്, ബാസ്കറ്റ് ബോൾ കളിക്കുന്നവർക്ക് നമ്മൾ ആദ്യമേ വോളിബോൾ എന്ന് പറഞ്ഞത് സോറി കേട്ടോ. ഇങ്ങനെ പിറകിൽ നിന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ നമ്മളിത് റെസ്റ്റ് എടുത്ത് കണ്ടിട്ട് വരാം. കുറച്ച് നേരം ഇത് കണ്ടിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകും. അതന്നെ, ചില്ലിയട്ടെ. ചില്ലട്ടെ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ കുറച്ച് നേരം ബാസ്കറ്റ് ബോൾ കണ്ട് റിലാക്സ് ചെയ്തതിന് ശേഷം നമ്മളിനി അടുത്ത സ്ഥലത്ത് പോകുകയാണ്. അടുത്ത ഫുഡ് കഴിക്കാൻ പോകുന്നു. പാർക്കിൽ പോകണമെന്ന് പറഞ്ഞാൽ അല്ല, പാർക്ക് അപ്പുറത്തുണ്ട്. ചുമ്മാ ജസ്റ്റ് പോയിട്ട് ഇതിൻ്റെ ബാക്കി അപ്പുറത്ത് കറങ്ങണ ഡോറ് കൂട്ടിയാലോ. പോ അങ്ങോട്ട്. ആള് വരുന്നുണ്ട്. എന്തിനാണ് കറങ്ങണ ഡോർ വെച്ചേക്കണ? തിരക്ക് കുറയ്ക്കാൻ. ഓ, ഗുഡ് തിങ്കിങ് പട്ടി. ഓക്കെ, ഇവിടെ എന്തോ പാർക്ക് ഉണ്ടെന്നാണ് വിനിച്ചേട്ടൻ്റെ. നടേശൻ പാർക്ക് ശരിയാണല്ലോ. നടേശൻ പാർക്ക്. രാത്രി നടക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പാർക്കാണ് തോന്നുന്നു. എല്ലാവരും നടക്കുന്നു, അതുകൊണ്ടല്ലേ. അതെ, പിന്നെ വെള്ളമടിച്ച് കിണ്ടിയായിട്ട് വന്ന് കിടക്കാനുള്ള പാർക്കും കൂടെയാണ്. കണ്ടോ? This is not good.
ഞാൻ ഇവിടെ ഇരിക്കാം, നിങ്ങൾ പോയിട്ട് വാ. കൂട്ടിന് വേണമെങ്കിൽ ഞാനും ഇരിക്കാം. എന്താടാ ഇങ്ങനെ നിങ്ങൾ ഗായ്സ് നോക്കൂ, ഇങ്ങനെയാണോ ഒരു ട്രിപ്പിന് വരേണ്ടത്? ഇങ്ങനെയാണോ നമ്മൾ? പാർക്ക് നമ്മളവിടെ ഉണ്ട് നടക്കാൻ. മ്യൂസിയം അല്ലേ? എന്ത് ചെയ്യാൻ ഗൈസ്, ഞാൻ ഇനി റെസ്റ്റ് എടുക്കാം, ഷോ കാണിക്കുന്നില്ല. ഞാനിനി ഇരിക്കാം. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോണ്ടേ? ഫുഡ് കഴിക്കാൻ പോണം. എപ്പോഴും അവിടെ അടച്ചിട്ട് അവർ പോകും. 11 മണിക്ക് അടയ്ക്കുള്ളൂ. ഇപ്പം പോവാം, അരമണിക്കൂർ കഴിഞ്ഞിട്ട് പോവാം. ഓക്കെ ഗൈസ്, നമ്മൾ വിശ്രമിച്ച് കഴിഞ്ഞു. ഇനി ഒരു ഊബർ എടുത്ത് നമുക്കിനി ഫുഡ് കഴിക്കാൻ പോവാം. നടക്കാൻ വയ്യ അല്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ നടന്നാ, നമ്മൾ രണ്ടുപേരും ഓട്ടോയിൽ പോവാം. ഞാൻ വേണമെങ്കിൽ ബാസ്കറ്റ് ബോൾ കാർഡിൽ പോയി വരേണ്ടി. ഇതാണ് നാട്ടിൽ പോയി. നമ്മളെത്തി. വരമാളികை പൊറോട്ട നാട്ടുകോഴി സ്പെഷ്യലാണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ. എക്സൈറ്റഡ് അല്ലേ? ഞാൻ എക്സൈറ്റഡ് ആണ്. എക്സൈറ്റഡ് അല്ലേ? ഞാൻ എക്സൈറ്റഡ് ആണ്. കേറ്. ഇതാണ് ഇവിടുത്തെ മെനു. ஸ்பெஷல் நாட்டுக்கோழி ரோஸ்ட்டு, நாட்டுக்கோழி ஆனியன் ஃப்ரை, மட்டன் ஆனியன் ஃப்ரை, மட்டன் கறி தோசை, மட்டன் கொத்து பரோட்டா, சிக்கன் கொத்து பரோட்டா, ഫ്രൈ 2, നാട്ടുകോഴി ഓണിയൻ ഫ്രൈ 2, நாட்டுக்கோழி ஆனியன் ஃப்ரை 2, പിന്നെ ഒരു മട്ടൻ ചുക്ക, மட்டன் சுக்கா 1, ஓகே. പൊറോട്ട நார்மல் பரோட்டாவா கோதுமை பரோட்டாவா? പൊറോട്ട നോർമൽ நார்மல் பரோட்டா எத்தனை ஆளுக்கு 2 தரணுமா? சாப்பிட்ட அப்புறம் நீங்கள் வாங்கிக்கோ. പിന്നെ എനിക്ക് ഇത് മാത്രം മതി. പിന്നെ ഒരു பரோட்டா வெரி நைஸ் அண்ட் എനിക്ക് 5 പൊറോട്ട എടുത്തോ. ഒരു പൊറോട്ട 2, 1, 5 ടോട്ടൽ. അല്ല 2 വെച്ചെടുത്തു. அது நீங்கள் சாப்பிடுவீங்க, நீங்கள் அதுக்கப்புறம் நீங்கள் வாங்கிக்கிட்டே இருப்பீங்க. நோ ப்ராப்ளம். തിരുവനന്തപുരം റിട്ടയർഡ് ഇൻസ്പെക്ടർ. ഉള്ള പേര് എന്നാ സാർ? രാമകൃഷ്ണൻ. ചുമ്മാ കറങ്ങ ടൂർ. പൊറോട്ട വന്നു. ഇതെന്തിനാണ്? ഇതൊരു ഗ്രേവി. പക്ഷേ ചുക്ക് ഞാൻ വിചാരിച്ച എത്ര ഒരു ഇതില്ലേ? മട്ടൻ ചുക്ക. മട്ടൻ ചുക്ക ചെറുതായി ചെറുതായി ഇതാണ് കേട്ടോ, നല്ല അടിച്ചിട്ടുണ്ട്. 230-നുണ്ടോ? ഇല്ല. അതെന്തോ ചോദ്യം? ആശാനോട് ടെസ്റ്റ് എഴുതിയ ആളുടെ അടുത്ത് തന്നെ ചോദ്യം. ഗംഭീര ടെസ്റ്റ് ഉണ്ടോ? ഇതിപ്പോ ഒരു വായിക്ക് പോലും ഇല്ല. ഒരു സ്പൂണിനുള്ളതേ ഉള്ളൂ. ഒരു സ്പൂൺ. അടുത്ത സ്പൂൺ വീണ്ടും എടുക്കാൻ തീരും. ചിലപ്പോ നല്ല സാധനമായിരിക്കും, അതായിരിക്കും കുറച്ച് തന്നെ. നല്ലതായിരിക്കും, നോക്കാം. കഴിച്ചോളൂ. കഴിക്കും. മട്ടൻ കറി പോലെ ഉണ്ട് കഴിച്ചു. സോഫ്റ്റ് മട്ടൻ. മട്ടൻ നല്ല രുചി. നീ ഇറങ്ങിപ്പോകും, ചവയ്ക്കാനൊന്നും കിട്ടുന്നില്ല. ചവയ്ക്കൊന്നും ഇല്ലല്ലോ. ശരിയാണ്. 2 ചവയ്ക്ക് തീരും കഴിച്ചു. ഇതാണ് നാട്ടുകോഴി. ഞാൻ ഉദ്ദേശിച്ചില്ലല്ലോ. പിന്നെ നിങ്ങൾ ഉദ്ദേശിച്ചത്? ഞാൻ ഉദ്ദേശിച്ച ഫ്രൈ ആണ്. കുഴപ്പമില്ല, ഓർഡർ ചെയ്യാം. ടോട്ടൽ ഫെയിലിയർ ആയി. ഞാൻ ഉദ്ദേശിച്ചത് ഫ്രൈ ആയിരുന്നു, പക്ഷേ എന്തൊക്കെ കിട്ടി. എന്നാലും ഉള്ളത് ചോണം പോലെ. പറഞ്ഞ എല്ലാം ഫെയിൽ. പക്ഷേ ഗ്രൈസ് ഈ ഇവർ സെപ്പറേറ്റഡ് എന്തോ ഒരു ഗ്രേവി ഉണ്ടോ? ഇഞ്ചിക്കറി പോലത്തെയാണെന്ന് വിചാരിച്ചു, പക്ഷേ ഇഞ്ചിക്കറി അല്ല. കോഴി എന്തോ സൂപ്പർ സാധനം, നല്ല ടേസ്റ്റ്. ഒരിഞ്ഞ പോരാ. ഇത് അന്തസ്സുള്ള പോലെ. ഇതാണ് എങ്ങനെയുണ്ട്? കൊള്ളാം. ഇംപ്രസ്ഡ് വിത്ത് മട്ടൺ സാധനം ചെറുതാണെങ്കിൽ പോലും അടിപൊളിയാണ്. അത് ക്വാണ്ടിറ്റി കുറച്ചുകൂടെ ഉണ്ടായിരുന്നേ പൊളിച്ചേ.
നമ്മൾ ഉദ്ദേശിച്ച സാധനം കുറച്ച് മസാലയൊക്കെ പെട്ട് ചോപ്പ് സാധനം. ഇവനാണെങ്കിൽ ഫ്രൈഡ് ആക്രാന്തത്തിൽ കയറി പറയുകയും ചെയ്യും. ഫ്രൈ കേട്ടോ ഇങ്ങനെ ഒരു ഫ്രൈ ഉണ്ടെന്ന് നമ്മൾ വിചാരിച്ചു. എന്തായാലും പൊറോട്ടയെ പറ്റി പറയാതിരിക്കാൻ വയ്യ. വാങ്ങിച്ചുകൊണ്ടിരിക്കും. സൂപ്പർ പൊറോട്ട. പുള്ളിക്കാരൻ പറഞ്ഞതൊക്കെ തന്നെ. പുള്ളി ആദ്യം പറഞ്ഞപ്പോൾ പ്രൊമോഷൻ സെയിൽസിൻ്റെ സംഭവം, പക്ഷെ അങ്ങനെയല്ല, കഴിച്ചുകൊണ്ടിരിക്കും. പൊറോട്ട സൂപ്പർ പൊറോട്ട. ബില്ല് വന്നു ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ കഴിച്ചിറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഊബർ വിളിക്കണോ ബസ്സിൽ പോകണോ എന്നൊരു ചർച്ച വന്നു. പക്ഷെ നമ്മൾ കുറച്ച് സ്ട്രഗിൾ ചെയ്താണല്ലോ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ സ്ട്രഗിളിലേക്ക് വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ്. ബസ് കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. എന്ത് പറയുന്നു? സ്ട്രഗിൾ ചെയ്യാം. അപ്പം ഇതൊരു രസമല്ലേ ഇങ്ങനെ ബസ്സിൽ പോകണം. നമുക്കിവിടെ സ്ഥലവും കാണാം, വലിയ പൈസ ആവൂല. അപ്പോൾ ബഡ്ജറ്റിൽ ട്രാവൽ ചെയ്യുന്നവർക്കുള്ള ടിപ്പാണിത്. ഭയങ്കര ഒരു ടിപ്പാണല്ലോ നീ പകർന്നു കൊടുത്തത്. ഇത് നീ എവിടെ വെച്ചിരുന്നു? അതൊക്കെ ഒളിപ്പിച്ച് വെച്ചിരുന്നേ. ബസ് യാത്ര നല്ല രസമാണ് ഗൈസ്. നമ്മൾ വിചാരിക്കും പോലെ സീറ്റ് ഉണ്ടെങ്കിൽ, സീറ്റ് ഇല്ലെങ്കിൽ ശരിപ്പാണ്. അപ്പോൾ നമ്മൾ ബസ് സ്റ്റോപ്പ് തപ്പി നടക്കുകയാണ്. ഇപ്പം എത്ര മണി? 9 മണി കഴിഞ്ഞ്. ബസ് കിട്ടുമെന്നാണ് പറഞ്ഞത്. നോക്കാം. ബസ് കാത്തു നിൽക്കുകയാണ്. ഇവിടുത്തെ ഈ ഒരു ക്ലീനിങ് അല്ല, ഫുള്ള് വേസ്റ്റ് ആണ് ഗൈസ്. നമ്മളവിടെയാണെങ്കിൽ നല്ല ക്ലീനാണ്. സിറ്റി ഏരിയ ഒക്കെ എന്തായാലും ക്ലീൻ ആയിട്ട് നടക്കുന്നത്. ഇവിടെ അത്ര ക്ലീൻ അല്ല, ആ ഒരു പ്രശ്നമേ ഉള്ളൂ. പിന്നെ ചില സ്ഥലത്ത് സ്മെല്ലും ഉണ്ട്. കേരളത്തിൽ അങ്ങ് മറ്റേ കാസർഗോഡ് തൊട്ട് ഇവിടം വരെ ക്ലീൻ തന്നെയാണ്. അത്യാവശ്യം മെയിൻ സ്ഥലങ്ങളെല്ലാം ക്ലീനാണ്. എല്ലായിടത്തും ക്ലീൻ. കുറച്ചു നേരമായി വരണില്ല. ഇനി നമ്മൾ മിക്കവാറും ദാസൻ ചേട്ടന്റെ ഊബർ വിളിക്കേണ്ടി വരും. ഇതൊക്കെ ഒരു രസമല്ലേ? ഇതൊക്കെ രസമായിട്ട് കാണുന്നു. വന്നില്ല 17. നമ്മളെ ദാസ ഇവിടുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഗൈസ്. പ്രതികാരം 10 മണി വരെ വെയിറ്റ് ചെയ്യാം. പോയിട്ട് വലിയ അത്യാവശ്യമൊന്നും ഇല്ലല്ലോ. പിന്നെ ഈ വൈബ്സ് കണ്ടോണ്ടിരിക്കുക. പക്ഷെ വലിയ വൈബില്ല കേട്ടോ. നീയാണ് ഇതല്ല സ്ഥലം തോന്നല്ലേ വൈബ് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടോ? വേറെ സ്ഥലം. ബസ് വന്നാൽ മതി, ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ പട്ടി ഷോ ആകണ്ടേ. ഇല്ലെങ്കിൽ നടക്കും. ഇനി എന്ത് ചെയ്യും നമ്മള്? ഒന്നും ചെയ്യുന്നില്ല. അതിനുള്ള എക്യുപ്മെന്റ് ഇങ്ങനെ കയ്യിലേ ഉള്ളൂ. അല്ല, നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ മതി. അത് ഞാൻ എക്യുപ്മെന്റ് ഉപയോഗിക്കില്ല. എന്റെ എക്യുപ്മെന്റ്സിന് വിലയില്ലെന്ന് എനിക്ക് മനസ്സിലായി. നീ റിക്വസ്റ്റ് ചെയ്യണം. എങ്ങനെയാണ് ഒന്ന് കാല് പിടിച്ച് റിക്വസ്റ്റ് ചെയ്യണം. ഞാൻ വീഡിയോ എടുക്കാം. കാലടിച്ചു റിക്വസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്യുമോ? ഒന്നും കൂടെ ഓർഡർ ചെയ്യുമോ രാജാവേ? ദാസൻ ചേട്ടാ ഒന്ന് ഓർഡർ ചെയ്യോ? ഓർഡർ ചെയ്ത് കഴിയുമ്പോ ബസ് വന്നാൽ തിരിയും. ഒരു ബസ് വരണം, അതായിരിക്കോ? ഇനി വന്ന എന്റെ പട്ടിഷോ നിങ്ങൾ കാണും. നിന്റെ പട്ടിച്ചോ കാണണ എന്തിന്? നമ്മൾ ഓട്ടോ കയറി പോകും. അപ്പൊ ഓർഡർ ചെയ്തോ. നമ്മൾ അവസാനം ഓട്ടോയിൽ തന്നെ പോവാ. ഉല്ലാസ് കീഴടങ്ങി മുട്ടുമടക്കി. ദാസൻ വിജയിച്ചു. ചേട്ടന് മുട്ടുമടക്കമുണ്ട്. അത് ഞാൻ നീയും മുട്ടുമടക്കി. മുട്ടൊക്കെ മടങ്ങി. ഇനി ബണ്ടി ബരട്ട് രാജാവ് ആദ്യം കയറിക്കോ. ഇനി ബട്ടൺ കയറാം. നമ്പർ പറഞ്ഞു കൊടുക്കണേ. വിജയശ്രീ ലാളിതനായി പിറകിയിരിക്കുന്നു. ഇനിയിപ്പോ നമ്മൾ പോയി കിടന്ന് ഉറങ്ങട്ടെ. ടാറ്റ കൊടുത്തേ.